നമസ്കാരം സാറേ. സാറിന് തിരക്ക് വരികയായിരുന്നു. നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആളെ എനിക്ക് മനസ്സിലായില്ല. ഇതാണ് പോലീസുകാരുടെ സ്വഭാവം. കാര്യം കണ്ടപ്പോ നമ്മള് പുറത്താവും. എന്റെ ഉണ്ണികൃഷ്ണൻ സാറേ, ആ ഡിസ്ക് കണ്ടിട്ട് ഡീറ്റെയിൽസ് എന്നെ വിളിച്ചു പറയാന്ന് പറഞ്ഞില്ലേ? ഡിസ്ക് നിങ്ങളുടെ നമ്പർ എന്റെ മിസ്സായി. പുതിയ ടെലിഫോൺ ഡയറക്ടറിയിൽ എന്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് സാറേ. ചെമ്പകരാമൻ, എഡിറ്റർ, ക്രൈംസ് ഓഫ് ഇന്ത്യ 372626. അപ്പൊ ഈ ചെമ്പകരാമന് ഡിസ്കുമായിട്ട് എന്തോ ബന്ധമുണ്ട്. എന്താ സാറേ ആലോചിക്കണത്? ഏയ് ഒന്നുമില്ല. ആദ്യം ആ ഡിസ്ക് കാണാനുള്ള ഏർപ്പാട് ചെയ്യണം. ഒരു പോലീസ് ഓഫീസറായിട്ട് അതിനുള്ള സൗകര്യം ഇല്ല എന്ന് പറഞ്ഞാല് എല്ലാം രഹസ്യമായിട്ട് വെക്കാൻ വേണ്ടി ആയിരിക്കും അല്ലേ? എന്റെ ഒരു സുഹൃത്ത് കമ്പ്യൂട്ടർ എക്സ്പെർട്ട് ഉണ്ട്. ജലദോഷം ഉണ്ട്? അല്ല, ചെറുതായിട്ടുണ്ട് ജലദോഷം. സാർ, ഞങ്ങൾ കണ്ടതാ. നമ്മുടെ വർമാജി അകത്താക്കിയ 2 പോലീസുകാരില്ലേ, അതുപോലെ 2 കള്ളന്മാർ ഈ ടൗണിലുണ്ട്. കമ്പ്യൂട്ടർ ഡിസ്ക് ഇപ്പോ ആ കള്ളന്മാരുടെ കയ്യിലാ. ആ വിവരം SI ഉണ്ണികൃഷ്ണനും അറിയാം. വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. അല്ല വിശ്വേട്ടാ, ഇവര് പറയുന്നത് സത്യമാണെങ്കിൽ ഈ സേട്ടുവിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട മോതിരവും ഇപ്പോ ആ കള്ളന്മാരുടെ കയ്യിലുണ്ടാവും. അത് പ്രശ്നമാണല്ലോ വിശ്വനാഥ. ആ മോതിരത്തിലെ പാസ്വേഡ് കണ്ടുപിടിച്ച് അവരാ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവന്മാർ 2 കുജത്തിലൊരു ബോംബ് പൊട്ടിക്കും. ഇതെന്തിങ്ങനെ? ഇനിയുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതിന്റെ കോഡ് അറിയണം. അനിയ ഇതിന് കോട വേണമെന്ന്? കോഡയല്ല, കോഡ്. അതെ അതെ, ഒന്നുകൂടി പ്ലേ ചെയ്ത്. ഈ മോതിരം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി. പിടികിട്ടി. ഇതാ സേട്ടുവിന്റെ വീട്ടിൽ കണ്ട മോതിരമാണ്. A for അമർ, B for ബാബ, S for സേട്ട്. അമർ ബാബ സേട്ട്. അങ്ങനെ വരട്ടെ. അത് നമ്മളെ സേട്ടുന്റെ വീട്ടിൽ മോട്ടിക്കാൻ കയറി മോഷണം അന്വേഷിക്കാൻ പോയപ്പോ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ മോതിരവും പാസ്വേഡും തമ്മിലുള്ള ബന്ധം അറിയണ്ടേ? അതിന് വഴിയുണ്ട്. മകനെ റാസാ, നീ മഹാരാസ. മകന്റെ മനസ്സിൽ ഏതോ മോഹങ്ങൾ പൂവടിയാനുണ്ട്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, മേടം, കർക്കടകം. കർക്കടകത്തിൽ മഴ പെയ്താൽ മറ്റും പുറത്ത് മാണിക്യം. കണ്ട ബലം ராசா. அப்படியல்ல, கை தாமரை மாதிரி விடர்த்திக்கொடு. ഇത് ബുധമണ്ഡലം, ശുദ്ധമണ്ഡലം, നിയോജക മണ്ഡലം. നിയോജകം നിയോഗം. ഇന്ത്യക്ക, നിന്ദിക്ക, നെല്ലിക്ക, കല്ലിക്ക, സുൽത്താനിക്ക, ബ്രിട്ടാനിക്ക, തെക്കോസ്ലേവയ്ക്ക. വാക്യത്തിൽ പ്രയോഗിക്ക, പൂരിപ്പിക്ക, ഫലം പ്രവചിക്കുക. മൂഞ്ചിയ പാത്താലേ തെരിയും. ചിന്ന വയസ്സിലെ അമ്മ ഇഹലോകം വെടിந்து വിട്ടത്. അതങ്ങനെ മനസ്സിലായി. ജോത്സ്യം പോയി സൊല്ലാതെ. ഇപ്പൊ കഷ്ടകാലം. അടുത്ത കാലത്ത് എന്തോ നഷ്ടപ്പെട്ടാച്ച്. പ്രമാദமான சாதனா. കൈ നിറയെ പണം ഇருக்கு. ஆனால் ആളുകൾക്ക് ഡ്രസ് അയൺ പണി വരെ കൊടുക്കേണ്ടി വരും. വലിയ ജോത്സ്യന്മാരാ, കൈ നോക്കി കറക്റ്റ് പറയുന്നു. വാ മകളെ. ഇത് മകളാ, എന്റെ വൈഫ്. ബാബയുടെ സെക്കൻഡ് വൈഫ്. அது தெரியும். இந்த மூஞ்சி பார்த்தாலே தெரியும். உங்க லைஃப்ல 3 വൈഫ് இருக்கு. നിങ്ങൾ ഇനിയും കല്യാണം കഴിക്കോ? അങ്ങനെ ജോത്സ്യത്തിലുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതിരിക്കട്ടെ, നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടുമോ? ഉങ്ക സാധനം உங்களுக்கு தான் പ്രയോജനപ്പെടും. ஆமா, നഷ്ടപ്പെട്ട സാധനം മോതിരം. എന്നെ ഫോണെന്ന് മാത്രം വിളിക്കരുത്. ആ മോതിരത്തിനുള്ളിലെ ഡിസ്കിന്റെ കോഡെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. ഇല്ലല്ലോ. എന്റെ ബാലകൃഷ്ണ, നിനക്ക് ഭ്രാന്തായോ? ഇതെന്താ അപരന്മാരുടെ നഗരോ? നിന്നെ ഉണ്ണികൃഷ്ണനെ പോലെ 2 പേര് ഈ നഗരത്തിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. ഞങ്ങൾ നേരിട്ട് കണ്ടതാവുമാര്. എല്ലാ കാര്യങ്ങളും വിശദമായി തെളിയിച്ചു തരാം. ഞങ്ങളിതാ പുറപ്പെട്ടു. ഓക്കെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. മോളെ, നീ ഇത് കേട്ടോ? എന്താ അച്ഛാ? നമ്മുടെ ബാലന്റെയും ഉണ്ണിയുടെയും മുഖഛായുള്ള 2 പേര് ഈ ടൗണിലുണ്ടെന്ന്. നീ എപ്പോഴെങ്കിലും അവരെ കണ്ടിട്ടുണ്ടാ? ഉണ്ണിയെ പോലെ? അതെ, അവര് ഈ സിറ്റിയിൽ അറിയപ്പെടുന്ന 2 കള്ളന്മാരാ.
അപ്പൊ മോതിരവുമായി അന്ന് രാത്രി വന്നത് ഉണ്ണിയല്ല. ഏത് രാത്രി? അത്ഭുതമായിരിക്കും. എന്ത്? ഇങ്ങനെ രണ്ടുപേരുണ്ടെന്ന് എനിക്കിപ്പോഴും വിശ്വാസം വരണില്ല. ആര്? നീ ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേരെ പോലെ രണ്ട് കള്ളന്മാരി ടൗണിലുണ്ടെന്ന്? ഫോൺ ചെയ്തിരുന്നു. ഞങ്ങളെ പോലെ രണ്ടുപേരുണ്ടെങ്കിൽ നടക്കില്ല. നടക്കും. അവര് വികലാംഗരല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അവന്മാരുടെ വിളച്ചിലൊന്നും എന്റെ അടുത്ത് നടക്കില്ലെന്ന്. ചേടാ എന്തോ എടാന്നല്ല വിളിച്ചത്, ചേടാന്ന്. ചേടാ, അവന്മാരുടെ താവളത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? അതത്ര എളുപ്പം കിട്ടാൻ സാധ്യതയല്ല. അതെന്താ? അല്ല, ഞങ്ങള് വളരെ അടുത്തെത്തി കഴിഞ്ഞു. അവന്മാരെ പിടിക്കാൻ നമുക്ക് CBIയുടെ സഹായം തേടിയാലോ? അയ്യോ, അത് വേണോ? എന്താ? അല്ല, ഞങ്ങൾ തന്നെ അവരെ പിടിച്ചോളാം. നിങ്ങളുമായിട്ട് അത്രയ്ക്ക് സാമ്യ? പിന്നെ എഡിറ്റർ അല്ലേ? ഞങ്ങളെ കണ്ടിട്ട് പോലീസ് ഓഫീസേഴ്സ് ആണ് തെറ്റിദ്ധരിച്ച് എത്രയോ പോലീസുകാരെ സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, അങ്ങനല്ല. ഞങ്ങളെ കണ്ട് പോലീസ് ഓഫീസേഴ്സ് ആണെന്ന് തെറ്റിദ്ധരിച്ച് എത്രയോ കള്ളന്മാര് സല്യൂട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് അവന്മാരാ. ഒന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ മറന്നുപോയി. ഡൗറി ഡെത്ത് സെക്ഷൻ ഏതാണ്? IPC 498A. ഈശ്വര, ഇത് ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റ്? സെക്ഷൻ 302. എന്താ? അങ്കിളിന് ഇപ്പൊ സെക്ഷൻ ഒന്നും ഓർമ്മയില്ലേ? റിട്ടയർ ചെയ്യാറായോ? ഏയ്, അതല്ല, ഒരു കൺഫ്യൂഷൻ. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. IPC 302 പണിഷ്മെന്റ് ഫോർ മർഡർ. IPC 304A റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആക്ട്. 316 ഇത്രയും സെക്ഷനൊക്കെ ഉണ്ടായിരുന്നിട്ട് എത്രയോ കേസുകളിൽ ഞാൻ പുല്ലുപോലെ ഊരി പോന്നിരിക്കുന്നു. ലോക്കപ്പ് മർഡർ കേസിൽ നിന്ന് ഊരി വന്ന കാര്യം ഈ പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ബാലിനെ ഉണ്ണിയെ വിളിച്ചു പറയാം അവന്മാരിവിടെ ഉണ്ടെന്ന്. എന്താങ്കിൽ? ഒന്നുമില്ല. നിങ്ങളെ പോലെ രണ്ട് പോലീസ് ഓഫീസേഴ്സിനെ കിട്ടിയത് ഡിപ്പാർട്ട്മെന്റിന് ഭാഗ്യമായി. കറക്റ്റ്. പിന്നെ വന്ന കാര്യം? അത് പിന്നെ ഞാൻ രസികയുടെ കയ്യിൽ അന്നൊരു മോതിരം തന്നിരുന്നില്ലേ? അതൊരു വലിയ കേസിന്റെ തുമ്പാണ്, ക്ലൂ. അത് കിട്ടിയിരുന്നെങ്കിൽ. മോളെ, നീ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ആ മോതിരം? അതെ, അത് ഞാൻ ഉണ്ണിയുടെ കയ്യിൽ തന്നെ തിരിച്ചു തന്നില്ലേ? എന്റെ കയ്യിലോ? ആ റെസ്റ്റോറന്റിൽ വെച്ച് തന്നില്ലേ? ഇല്ലല്ലോ. എടി കൊച്ചേ, ഇവനാണെന്ന് കരുതി മോതിരോ പോലീസുകാരെ ഉണ്ണിയുടെ കൊണ്ട് കൊടുത്തോ നീ? കള്ളന്മാരെ, നിന്നൊക്കെ കാണിച്ചു തരാടാ. നീ കഥ കിടക്കി കിടന്നു. ഞങ്ങൾ വരാൻ അല്പം ലേറ്റ് ആവും. ശരി. ഒന്ന് നിന്നേ. അയ്യോ, എന്താ സാറന്മാര് തിരികെ പോന്നത്? അതാ മോതിരം എടുക്കാൻ മറന്നു. ആ കല്ല് വെച്ച. ഓ, സാറിന്റെ ഹൃദയം. ഹൃദയം? അത് ഉണ്ണി സാറിന് അറിയാം. അതെ, ഒരു കേസിന്റെ പ്രധാന തെളിവാണ് ആ മോതിരം. നീ അമ്മയുടെ അടുത്ത് പോയി അത് വാങ്ങിക്കൊണ്ടുവാ. സാറേ, എന്നെ പറ്റിക്കണ്ട. സാർ എന്നെയല്ലേ ഏൽപ്പിച്ചത്, പിന്നെ ഞാൻ അമ്മയെടുത്ത് ചോദിക്കുന്നത്. ടെൻഷൻ കാരണം ഞാനത് മറന്നു. ആരും കാണാതെ നീ അതിങ്ങെടുത്തോണ്ടുവാ. ഇപ്പൊ എടുത്തോണ്ട് ഹൃദയത്തിന്റെ കാര്യം പറഞ്ഞത്? കൊളസ്ട്രോൾ എന്ന് വെച്ചാ കൊഴുപ്പ് കാണിക്കരുതെന്ന്. ഒന്ന് നിക്കണേ. കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്ത, ഈ ആൾമാറാട്ടക്കാരെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അതൊക്കെ നീ നിന്റെ ഉണ്ണി സാറിനോടും ബാലൻ സാറിനോടും ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. അയ്യോ, അമ്മച്ചി, കൊച്ചമ്മ, ആൾമാറാട്ടം പിന്നെയും വന്നു.